ഞാൻ പായസമോ വാഴപ്പഴം തരാം. പായസം ആരമ്മ കുക്ക് ചെയ്തേ? കൊള്ളാം. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. ഇനി ഉണ്ടോ അമ്മ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഈ വേണ്ട ഞാൻ കഴിച്ചോളാം. നല്ല പായസം കൊടുത്തിട്ടേനാ? ആ മതി, ഇനി ഞാൻ കഴിക്കാം. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. അല്ല ഞാൻ നട്ട്സ് ഉണ്ടാ നോക്കുന്നത്. ആണോ? മതി. സൂപ്പർ പായസം. വാവ്. ഒന്ന് ടേസ്റ്റ് അമ്മ. ഇല്ല ഞാൻ ഇവിടെ വരാറൊക്കെ ഉണ്ട് കേട്ടോ. റീസൺ വെയിറ്റ് ലാസ്റ്റ് കാണാൻ കാരണം ഞാനല്ലേ വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അല്ലേ അങ്ങനെയല്ലേ? അതല്ലേ കൊറേ ഒരുപാട് പേര് എന്താ പറയണ്ടേ, ഭുവനെ ഒരുപാട് പേര് കമന്റ്സിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിന്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. എന്നൊരു വരി ഊതരുത്. അതാരാ ഒരു പണിയില്ലാത്ത പറയണം. ഒരാള് എന്റെയും ഭുവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോ ഞാനും ഭുവന്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയോടെ കാണിക്കും? ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. രണ്ട്, ഇന്നിപ്പോ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെയുള്ള കുറെ കമന്റ്സുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്കിതൊന്നും ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അപ്പൊ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്. അത് ശരി, ഈ കണ്ഠ കൗപീനമൊക്കെ കണ്ടാൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നേ തോന്നുന്നു. പണിയൊന്നുമില്ല അല്ലേ? ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോവാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ്റെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്. ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്കേ. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ച് കണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി കൊടുത്തിട്ട് നല്ലത്. അപ്പൊ ഇനിയിപ്പോ ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോകുന്നു. ബൈ.